വേദപുസ്തകം നമുക്ക് തരുന്ന അതിശക്തമായൊരു സന്ദേശമാണ്, ചതയപ്പെട്ടതൊന്നും ഒടിയാൻ ദൈവം സമ്മതിക്കുകയാണ്, പുകഞ്ഞു നിൽക്കുന്നതൊന്നും കെട്ടുപോകാൻ ദൈവം സമ്മതിക്കുകയാണ്. ചതഞ്ഞ ഓട അവൻ ഒടിക്കയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല. രണ്ട് ചിത്രങ്ങൾ ഈ വാക്യങ്ങളിലുണ്ട്. ഒന്ന്, ചതയപ്പെട്ട അനുഭവം. ഏതോ മിതിവണ്ടി കയറി ഇറങ്ങി ഇനി ആർക്കും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ചതഞ്ഞുപോയ ലൈഫ്. രണ്ട്, ഒരിക്കൽ കത്തിയ വിളക്ക് കെട്ടുപോയിട്ട് ഇപ്പോൾ അത് നീറിപ്പൊകയുക. കർത്താവ് പറയുക, ഞാൻ വന്നത് രണ്ട് കാര്യത്തിന്. ലോകത്തിൽ ആർക്കും മാറ്റാൻ കഴിയാതെ ശത്രുവിന്റെ മിതിവണ്ടി കയറിയിറങ്ങി ചതയപ്പെട്ട് കിടക്കുന്ന നിന്റെ ലൈഫിനെ ദൈവം ഒടിച്ചു കളയാനല്ല വന്നത്, ഞാൻ പുതുക്കി പണിയാനാ വന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം ജീവിതം ചതയപ്പെട്ടു പോയ ധാരാളം ആൾക്കാരുണ്ട്. ഇനി അത് ഒരിക്കലും ആർക്കും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 38 വർഷമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ മനുഷ്യൻ തന്റെ ആയുഷിന്റെ 38 വർഷം, സ്തോത്രം, അവൻ ഒരേ സ്ഥലത്ത് കിടക്കുക. അവൻ ഒറ്റ കാര്യത്തിനാ കിടക്കുന്നേ, അവന് സൗഖ്യം വരണം. അവനെ നോക്കി നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഈ ചതയപ്പെട്ട അനുഭവം ഒരിക്കലും മാറത്തില്ല. പക്ഷെ കർത്താവ് അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഒടിക്കാനല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. രണ്ട്, പുകയുന്ന തിരി. ഒരിക്കൽ ദൈവം നിന്റെ ആത്മീക വിളക്കിനെ കത്തിച്ചത്. ദാവീദ് പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കണം, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കണം. ഒരിക്കൽ കത്തിയ വിളക്ക് ഊതിക്കെടുത്തുക. ഞാൻ സന്ദേശം നിങ്ങളോട് പറയാം, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെക്കരുത്. വെച്ചാൽ ആ വിളക്ക് അണഞ്ഞു പോകും. സദൃശ്യവാക്യത്തിൽ വാക്യമുണ്ട്, നിന്റെ വിളക്ക് അണയുന്ന എങ്ങനാന്ന്? അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ അവന്റെ വിളക്ക് അർദ്ധരാത്രി കെട്ടുപോകുന്നു. നിങ്ങളുടെ വിളക്ക് അണയാൻ പാടില്ല, അത് തണ്ടിന്മേൽ വരണം. ഇവിടെ എഴുതിയിരിക്കുക, നിന്റെ വിളക്ക് ആരെങ്കിലും കെടുത്തിയെങ്കിൽ ദൈവം പറയുക, ഞാൻ വന്നത് വെളിച്ചം നഷ്ടപ്പെട്ട ലൈഫ് കാണാനല്ല, നിന്നെ വീണ്ടും ഞാൻ കത്തിക്കാം. നമുക്ക് പറയാം, ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരി കെടുത്താത്ത ദൈവം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരാമെന്ന്, ഞങ്ങളുടെ വിളക്ക് വീണ്ടും കത്തിക്കാമെന്ന് പറഞ്ഞ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നീ ഇനിയും ഒത്തിരി നീറിപ്പോകേണ്ട, നിന്നെ കത്തിക്കാൻ യേശു നിന്റെ അടുക്കലുണ്ട്. ഗോഡ് ബ്ലെസ് യു.